വെനസ്വേലയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച നടപടിയെ രൂക്ഷമായി വിമർശിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക വെനസ്വേലയിൽ നടത്തുന്നത് കൊടും ക്രൂരതയാണെന്നും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച കേരള യാത്ര കോഴിക്കോട് എത്തിയപ്പോൾ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനസ്വേലയിൽ അമേരിക്ക കാട്ടിക്കൂട്ടുന്ന നീതികേടുകൾക്കെതിരെ ലോകം മൗനം പാലിക്കരുത് എന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു. ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം ഏകപക്ഷീയമായ സൈനിക നടപടികൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ഇന്ത്യ മൗനം വെടിയണമെന്നും അമേരിക്കക്കെതിരായ ചേരിയിൽ നിലയുറപ്പിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ മുന്നിൽ നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അമേരിക്കൻ സൈന്യത്തിന്റെ അപ്രതീക്ഷിത നടപടിയിൽ നിക്കോളാസ് മഡൂറോ തടവിലാക്കപ്പെട്ടതോടെ വെനസ്വേലയിൽ ഭരണഘടനാപരമായ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രസിഡന്റിന്റെ ചുമതല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഏറ്റെടുത്തു. വെനസ്വേലൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ചേംബറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. വെനസ്വേലൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 233, 234 എന്നിവ പ്രകാരം പ്രസിഡന്റിന്റെ അഭാവത്തിൽ പകരം ചുമതല വൈസ് പ്രസിഡന്റാണ്. ഈ നിയമസാധുത മുൻനിർത്തിയാണ് രാജ്യത്തെ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്.